ഹായ് ഓൾ, വെൽക്കം ടു ഡോഡോപ്സ്. ഞാൻ അബ്ദുല്ലഹദ്. ഇതിപ്പോൾ നമ്മളുടെ ഫിഗ്മയുടെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ പഠിക്കാൻ പോകുന്നത് എന്താണ് ഫ്രെയിംസ്, അതുപോലെ തന്നെ എന്താണ് റെക്റ്റാങ്കിൾ, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറെൻറ്റ് യൂസ് കേസസ് ആണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണ് ഫിഗ്മ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും അതുപോലെ ഈ ഫ്രെയിം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഈ റെക്റ്റാങ്കിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ഫസ്റ്റ് വീഡിയോ കാണാതെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഞാൻ അവിടെ ടോപ്പിൽ റൈറ്റിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അധികമൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് എങ്ങനെ നമുക്ക് ഫിഗ്മ ഇൻസ്റ്റാൾ ചെയ്യാമെന്നോ അതുപോലെ തന്നെ എങ്ങനെ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഈ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യും, ഇതിൻ്റെയൊക്കെ ബേസിക് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫ്രെയിമെന്നും അതുപോലെ നമുക്ക് എവിടെയൊക്കെ ഫ്രെയിമിനെ യൂസ് ചെയ്യാം, എവിടെയൊക്കെ റെക്റ്റാങ്കിൾസിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ കൂടെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഫ്രെയിമിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രെയിമിനകത്തൊരു ഏകദേശം 6ഓളം ഫീച്ചേഴ്സ് നമുക്കുണ്ട്. അതായത് ഫ്രെയിമിനെ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സ്ക്രീൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ഒരു ബേസിക്കായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഫിഗ്മയുടേത് നമുക്കൊരു സ്ക്രീൻ എന്ന് പറയാം. അപ്പോൾ ഇതൊരു വെബ്സൈറ്റ് ആണെന്ന് നിങ്ങൾ കരുതിക്കോ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? ഒരു പേജിൽ ഒരു സെർച്ച് ബാർ ഉണ്ടാവും, അതുപോലെ കുറേയധികം ടെക്സ്റ്റ്, കുറേ ബട്ടൺസ്, കുറേ പ്രോഡക്ട്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളൊരു വെബ്സൈറ്റിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നതാണ് ലേ ഔട്ട് ബോക്സ്. ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബട്ടൻ്റെ കേസിൽ നമുക്ക് ലേ ഔട്ട് ബോക്സ് യൂസ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ആ ഒരു ഫ്രെയിമിനകത്ത് ഒരു ഇമേജിനെ, ഒരു ടെക്സ്റ്റിനെ, അല്ലെങ്കിൽ ഒരു ഐക്കണെ, ഒരു ടെക്സ്റ്റിനെ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് അലൈൻ ചെയ്യണം. രണ്ടിനും സെയിം രീതിയിലുള്ള സ്പേസിങ്ങും എല്ലാ സൈഡിൽ നിന്നും അതുപോലെ പാഡിങ്ങും എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ പറയുന്ന ലേ ഔട്ട് ബോക്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഫീച്ചറാണ് ഈ പറയുന്ന ഓട്ടോ റിസൈസ്. അപ്പോൾ ഓട്ടോ റിസൈസിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ടെക്സ്റ്റ് എഴുതുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് കൂടുമ്പോൾ എന്താ, ഈ ഒരു ബട്ടൺ അല്ലെങ്കിൽ ഈ ഒരു ഫ്രെയിം ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് സൈഡിലേക്ക് വലുതാവും. നമ്മൾ അതിനെ ഡ്രാഗ് ചെയ്ത് മാനുവലായിട്ട് സൈസ് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഓട്ടോ റിസൈസ് എന്ന് പറയുന്ന ഫീച്ചറിനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഫ്രെയിമിൻ്റെ അടുത്തൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫ്രെയിമുണ്ട്, അതിൽ നമുക്ക് ഒരു 3 ഇമേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ഇമേജസിനെ എനിക്കിപ്പം വെർട്ടിക്കലി വേണമെങ്കിലും അലൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഹൊറിസോണലി വേണമെങ്കിലും കറക്റ്റ് ലൈനിൽ അലൈൻ ചെയ്യാം. അതിപ്പോൾ ഒരു 3-4 പ്രോഡക്ട്സിൻ്റെ ഡിസൈൻ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാർഡുകളെല്ലാം അതിൻ്റെ എല്ലാ ബട്ടൺസിനെ ഒരേ ലൈനിൽ അലൈൻ ചെയ്യണം, അതുപോലെ അതിൻ്റെ ഇമേജസിനെ എല്ലാം ഒരേ ലൈനിൽ അലൈൻ ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ ഫ്രെയിം യൂസ് ചെയ്യാം. അടുത്തത് നമുക്കിനി നമ്മളുടെ റെക്റ്റാങ്കിളിൻ്റെ യൂസ് എന്താണെന്നും അതുപോലെ റെക്റ്റാങ്കിൾ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന യൂസ് എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് നമ്മൾ റെക്റ്റാങ്കിളിനെ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ ഹോം സ്ക്രീനിൽ എനിക്ക് ഒരു സൈഡ് ഫുള്ള് ഇപ്പോൾ ഒരു വേറൊരു കളർ വേണം. അതായത് എൻ്റെ റൈറ്റ് സൈഡിൽ എനിക്കിവിടെ ലോഗിനും കാര്യങ്ങളൊക്കെ, അതുപോലെ എനിക്ക് ലെഫ്റ്റിൽ വെറുതെ കുറേ വൈറ്റ് സ്പേസ് ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ എന്ത് ചെയ്യണം, ഒരു ഡിഫറെൻറ്റ് ഡിസൈനോ അല്ലെങ്കിൽ കുറച്ച് വെക്ടർ ആർട്ടോ എന്തെങ്കിലുമൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ എൻ്റെ ഒരു റെക്റ്റാങ്കിളിനെ വെച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് കളർ കൊടുക്കും. എന്നിട്ട് അവിടെ എനിക്ക് എന്തെങ്കിലും വേറെ ടെക്സ്റ്റ് കണ്ടൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻസോ ഒക്കെ എനിക്കിവിടെ ലെഫ്റ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് ഞാൻ കൂടുതലും ഈ ഒരു റെക്റ്റാങ്കിളിനെ യൂസ് ചെയ്യുന്നത്. ഈ റെക്റ്റാങ്കിൾ നമുക്ക് ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാം, എന്ത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡെക്കറേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിനെ യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെക്റ്റാങ്കിളിനെ യൂസ് ചെയ്യാം. അതുപോലെ കളറായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ലൈൻസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ട് എനിക്ക് ഇതുപോലെ ലൈൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള മോഡൽ, നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് റെക്റ്റാങ്കിളിനെ യൂസ് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഇല്ലാതെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ടൊരു ഡെക്കറേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ എനിക്കൊരു റെക്റ്റാങ്കിൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് താഴെ വരും. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ സൈഡിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതിനുണ്ടാവും എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല ഷേപ്സ് എനിക്ക് ആ ഒരു റെക്റ്റാങ്കിൾ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ റെക്റ്റാങ്കിളിൻ്റെയും അതുപോലെ തന്നെ ഫ്രെയിമിൻ്റെയും യൂസ് കേസസ്. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിനി ഈ ഒരു ഫ്രെയിമിനെയും റെക്റ്റാങ്കിളിനെ ഒരുമിച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു UI ഡിസൈൻ ചെയ്യാമെന്നോ, അതായത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലോഗിൻ പേജ് നമുക്ക് എങ്ങനെ ഈ 2 കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാമെന്നും, ഓട്ടോ ലേ ഔട്ടും അതുപോലെ തന്നെ ഈ സ്പേസിങ്ങും ഓട്ടോ റിസൈസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്
നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇനിയും കുറേ പുതിയ പുതിയ സീരീസുകൾ മലയാളത്തിൽ വരുന്നുണ്ട്. നമ്മളുടെ ഗെയിം ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ആപ്പ് ഡെവലപ്മെൻറ്റ്, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതെന്നും, നിങ്ങൾക്കിപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും, നിങ്ങളിപ്പോൾ ഒരു UI/UX ഡിസൈനർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ ആണെങ്കിലും നിങ്ങൾ നമ്മളുടെ വീഡിയോസിനായിട്ട് പഠിക്കുമ്പോൾ എങ്ങനെയൊക്കെ പോയാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബഗ്ഗോ അല്ലെങ്കിൽ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് കഴിഞ്ഞാലും നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ 24/7 നമ്മുടെ ടീമിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ബഗ്ഗോ എന്ത് എററോ ആണെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഡയറക്റ്റ് അയക്കാം. വോയിസോ എങ്ങനെ വേണമെങ്കിലും അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ടീം അവിടെ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ ബഗ്ഗോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂസോ അപ്പോൾ തന്നെ ഫിക്സ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ UI/UX ഡിസൈനിങ്ങോ ഗെയിം ഡെവലപ്മെൻറ്റോ ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.